ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി 90s കിഡ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തേൻമിഠായിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 250 കപ്പിന് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. കൂടെ ഇതിലേക്ക് 1/4 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 3-4 പ്രാവശ്യം നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ കുതിർത്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം മൊത്തം നമുക്ക് ഊറ്റിക്കളഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്ത് അരച്ചെടുക്കുന്നത് കൊണ്ടാണ് ചെറിയ ജാർ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കൂടെ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. 3 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ ഇത് അരച്ചെടുക്കുന്നത്. നമ്മൾ ചെറിയ ജാറിൽ അരക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ അങ്ങ് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മൊത്തം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അരച്ചെടുക്കുന്ന സമയത്ത് 125 ml ആണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല കളർ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കളർ ചേർത്ത് കൊടുക്കണം. കളർ അധികം നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ അല്പം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം ഈ മാവിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ സ്പൂണിൽ ഒഴിക്കുമ്പോൾ കുറച്ച് ഷേപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കണ്ട, അപ്പം അകംഭാഗം വേവാതെ ആവും. ഇതുപോലെ ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചിട്ടും കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല പോലെ ചൂടായിരിക്കണം. പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ മൊത്തം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇതുപോലെ റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുത്താൽ മതി. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഒറ്റനൂൽ പരിവാകേണ്ട ആവശ്യമില്ല. ഷുഗർ സിറപ്പ് ഒരുപാട് തിക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ തേൻമുട്ടായിലേക്ക് ഈ ഷുഗർ കയറൂല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ലൂസിൽ തന്നെയാണ് ഇത് കിട്ടേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പിലേക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ തേനുണ്ട ഇട്ട് കൊടുക്കും.
ഇതുപോലെ നമ്മൾ തേനുണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടായിരിക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പിൽ വെക്കണം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂറായിട്ടുണ്ട് ഇതുപോലെ ഷുഗർ സിറപ്പിൽ വെച്ച് കൊടുത്തിട്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മൾ 90s കിഡ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തേൻ മിഠായി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.